കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം, ഇന്നത്തെ ചിന്തയുടെ ശീർഷകം എന്ന് പറയുന്നത് ദ ടു കവനൻസ്, രണ്ട് ഉടമ്പടികൾ അല്ലെങ്കിൽ രണ്ട് നിയമങ്ങൾ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന അടികളെ വാത്തിട്ട് പിതാവേ, അടിയങ്ങൾ ആ ഉടമ്പടിയെക്കുറിച്ച് പിതാവേ, ആ പുതിയ ഉടമ്പടിയെക്കുറിച്ച് അടിയങ്ങൾ ചിന്തിക്കുന്നു. പിതാവേ, ഈ ഉടമ്പടികൾ പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളാൽ പിതാവെ നമുക്ക് ഒരിക്കലും രക്ഷ നേടാൻ സാധിക്കില്ല. ഇത് കൂടുതൽ മനസ്സിലാക്കുവാനും കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനും ക്രിസ്തു വാഗ്ദാനം ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കാനും പ്രാർത്ഥനയോടെ കാത്തിരിക്കാനും അടികളെ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. തിരുവചനങ്ങളെ വായിക്കുവാനും അത് മനസ്സിലാക്കാനും അടികളെ കണ്ണുകളെ തുറക്കണം. ഞാൻ പ്രാർത്ഥിച്ച സകല കാര്യങ്ങളും യേശു നാമത്തിൽ തന്നെ ആമേൻ. വൻ പോരാട്ടം. വെളിപ്പാട് പ്രവചനം 12-ാം അധ്യായത്തിൽ തിരുവചനം വ്യക്തമാക്കുന്നു. വെളിപ്പാട് 12:7 വായിച്ചാൽ, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി. അവർ ആ യുദ്ധത്തിൽ തോറ്റു. പക്ഷേ യുദ്ധം അവിടെ അവസാനിച്ചില്ല, അത് ഭൂമിയിലേക്ക് വന്നു. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ആ യുദ്ധത്തിൽ മനുഷ്യന് പങ്കാളികളായി. പിശാചിൻ്റെ വഞ്ചനയിൽ വീണു. ഈ യുദ്ധത്തിൽ അവർക്ക് ഏറ്റവും വേണ്ടത് അനുസരണയാണ്. ആരെയാണ് നമ്മൾ അനുസരിക്കാൻ പോകുന്നത്? ഒന്നെങ്കിൽ നമ്മൾ അനുസരിക്കുന്നത് ദൈവത്തെയാണ്, അല്ലെങ്കിൽ നമ്മൾ അനുസരിക്കുന്നത് പിശാചിനെയാണ്. നമുക്ക് ഈ പോരാട്ടം നമുക്കുണ്ട്. തിരുവചനം നമുക്കത് ഈ പോരാട്ടത്തെക്കുറിച്ച് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് പോരാട്ടം ഉള്ളതിനെക്കുറിച്ച് തിരുവചനം പറയുന്നു. വെളിപ്പാട് പ്രവചനം 12-ാം അധ്യായം 7-ാം വാക്യം, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തൻ്റെ ദൂതന്മാരെ മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലാനും ആകയാൽ സ്വർഗം അതിൽ വസിക്കുന്നതുമായുള്ളവരെ ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. അപ്പോൾ ആർക്കാണ് കഷ്ടം? ഭൂമിയിലുള്ളവർക്ക്. കാരണം അവൻ നമ്മുടെ അടുക്കൽ മഹാക്രോധത്തോടെ വരുന്നു. ഈ പോരാട്ടം, ഈ വൻ പോരാട്ടത്തിൽ നമ്മൾ പങ്കാളികളാകുന്നു. നമുക്ക് ഈ പോരാട്ടത്തിൽ വലിയ പങ്കുണ്ടെന്നും 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 3-5 വാക്യങ്ങൾ പഠിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 10:3-5, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. അപ്പോൾ ദൈവം നമ്മുടെ അനുസരണയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ചിന്ത. ഇവിടെ ദൈവം പറയുന്നു, നമ്മുടെ ഏത് ചിന്തയും പിടിച്ചടക്കണം. അത് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ചിന്തയാണെങ്കിൽ, അപ്രകാരമുള്ള ആശയങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ അതിനെ പിടിച്ചടക്കി ദൈവത്തിൻ്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം. ചിന്ത നമ്മൾ എപ്രകാരം മനസ്സിൽ നമ്മൾ കണക്കൂട്ടുന്നു അപ്രകാരമാണ് നമ്മൾ എന്ന് പ്രോവർബ്സ് അല്ലെങ്കിൽ സദൃശവാക്യത്തിൽ ദൈവം പറഞ്ഞു തരുന്നുണ്ട്. ചിന്ത എവിടെയാണ് ഉടലെടുക്കുന്നത്? മനസ്സിൽ, ദ മൈൻഡ്. അപ്പോൾ ഈ വൻ പോരാട്ടത്തിൽ എന്തിനു വേണ്ടിയാണ് പോരാടുന്നത്? നമ്മുടെ മനസ്സുകൾക്ക് വേണ്ടിയാണ്. ഈ മനസ്സിൽ ആർക്കാണ് സ്ഥാനം? ദൈവത്തിനാണോ പിശാചിനാണോ? പിശാച് ഈ വൻ പോരാട്ടത്തിൽ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സിംഹാസനവും ദൈവത്തിൻ്റെ സ്ഥാനവുമാണ്. അത് നമുക്ക് വ്യക്തമായിട്ട് വായിക്കാം. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 12-14. യെശയ്യാവ് 14:12-14. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു? ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. പിശാചിൻ്റെ ഹൃദയത്തിലുള്ള ചിന്ത എന്താണ്? ദൈവത്തിൻ്റെ സിംഹാസനത്തിന്മേൽ അവൻ്റെ സിംഹാസനം വയ്ക്കണം. അവന് ദൈവത്തിൻ്റെ സ്ഥാനം വേണം. എല്ലാവരും അവനെ അനുസരിക്കണം, എല്ലാവരും അവനെ ആരാധിക്കണം. ആ സിംഹാസനം കിട്ടാൻ വേണ്ടി, ദൈവത്തിൻ്റെ സിംഹാസനം തട്ടിപ്പറിക്കാൻ വേണ്ടി അവൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനത്തെ തന്നെ അവൻ അറ്റാക്ക് ചെയ്തു, ആക്രമിച്ചു. അതെന്താണ്? അവൻ്റെ നീതിയാണ്. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ നീതി? ദൈവത്തിൻ്റെ നീതി നമുക്ക് അക്ഷരങ്ങളായിട്ട് കാണാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ 10 കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ യുദ്ധം ദൈവത്തിൻ്റെ കൽപ്പനയോട് എതിരായി. ക്രിസ്തു എന്താണ്? ഈ കൽപ്പന ജീവിക്കുന്നതാണ്.
ഈ കൽപ്പന ഒരു വ്യക്തി ജീവിക്കുകയാണെങ്കിൽ അതാണ് ക്രിസ്തു. അപ്പോൾ അവൻ്റെ യുദ്ധം ആരോടുമായി? ക്രിസ്തുവിനോടും കൂടിയായി. സങ്കീർത്തനം 119:172 പറയുന്നു, നിന്റെ കൽപ്പനകളൊക്കെയും നീതിയായിരിക്കാൻ എൻ്റെ നാവ് നിന്റെ വാഗ്ദാനത്തെക്കുറിച്ച് പാടും. അതേപോലെ 1 Corinthians 1:30 വായിക്കുകയാണെങ്കിൽ, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. അവൻ്റെ അക്രമം എങ്ങോട്ടാണ്? അവന് ദൈവത്തിന് സിംഹാസനം വേണം. ദൈവത്തിന് സിംഹാസന അടിസ്ഥാനത്തെ അവൻ ആക്രമിച്ചു. എന്താണ് ദൈവത്തിന് സിംഹാസന അടിസ്ഥാനം? നീതി. എന്താണ് നീതി? അവൻ്റെ സ്വഭാവം. അത് നമുക്ക് 10 കൽപ്പന കാണും. നിന്റെ കൽപ്പനകളെല്ലാം നീതിയുള്ളവ. അതേപോലെ ഈ കൽപ്പനകളുടെ എംബോഡിമെൻറ്റ്, അത് ജീവനോട് വരികയാണ് ആരാണ്? ക്രിസ്തു. അപ്പോൾ അവൻ്റെ പോരാട്ടം ഏതിനോടൊക്കെയാണ്? 10 കൽപ്പനയോട്. അവൻ്റെ പോരാട്ടം ക്രിസ്തുവിനോടാണ്. അപ്പോൾ ഈ പോരാട്ടത്തിൽ നമുക്കും ഒരു വലിയ പങ്കുണ്ട്. മത്തായി 5:17 പറയുന്നു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നതെന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ വന്നത്. അപ്പോൾ കർത്താവ് യേശു എന്താണ്? കൽപ്പനയുടെ നിവൃത്തികരണമാണ്. പിശാചിന് കൽപ്പന ആക്രമിക്കണം, ക്രിസ്തുവിനെ ആക്രമിക്കണം. ക്രിസ്തുവിനെ ആക്രമിച്ച കൽപ്പന ആക്രമിച്ചതുപോലെയാണ്, കൽപ്പന ആക്രമിച്ച ക്രിസ്തുവിനെ ആക്രമിച്ചതുപോലെയാണ്. പക്ഷെ അവന് എല്ലാ കൽപ്പനയും ആക്രമിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒന്ന് ആക്രമിച്ചാൽ മതി, സകലത്വം നശിക്കും. കാരണം യാക്കോബ് എഴുതിയ ലേഖനം 2:10 പറയുന്നു, ഒരുത്തൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആക്രമിക്കുന്നത് ഏതെങ്കിലും ഒന്നിനെ ആക്രമിച്ചാൽ 10 അവൻ ആക്രമിക്കേണ്ട ആവശ്യമില്ല. ഒന്നിൽ തെറ്റിയാൽ എന്ത് ചെയ്യും? സകലത്തിൽ തെറ്റും. ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ വരും. അപ്പോൾ എന്തായിരിക്കും പിശാച്? ഏത് കൽപ്പനയായിരിക്കും പിശാച് ആക്രമിക്കാൻ പോകുന്നത്? എന്തിനെയാണ് പിശാച് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? ആരാധന. അത് പിശാച് വെളിയിൽ കാട്ടി. എപ്പോഴാണെന്ന് മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ മരുഭൂമിയിൽ വെച്ച് കർത്താവ് യേശു ക്രിസ്തുവിനെ പരീക്ഷിച്ചപ്പോൾ ഏറ്റവും അവസാനത്തെ പരീക്ഷണം എന്താണ്? എന്നെ വണങ്ങി നമസ്കരിച്ചാൽ ഇതൊക്കെയും ക്രിസ്തുവിന് കൊടുക്കാം. അവൻ്റെ യഥാർത്ഥ ഉദ്ദേശം അവൻ ക്രിസ്തുവിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. അവന് എന്താണ് വേണ്ടത്? ദൈവത്തിന് സ്ഥാനം. ദൈവത്തിന് എന്താണ് ലഭിക്കുന്നത്? ആരാധന. ആ ആരാധന എന്താണ്? ആരാധന അനുസരണം. കാരണം അനുസരണത്തെക്കാൾ വലിയ യാഗമില്ല എന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ അനുസരണം, ആരാധന രണ്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാം. അപ്പോൾ അവന് വേണ്ടത് ദൈവത്തിന് സ്ഥാനമാണ്, അവന് വേണ്ടത് അനുസരണമാണ്, അവന് വേണ്ടത് ആരാധനയാണ്. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് എപ്രകാരമാണ്? നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മുടെ മനസ്സ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് തന്നെ അവൻ നമ്മുടെ മനസ്സിന് വേണ്ടിയും അവൻ പോരാടും. ഈ ആരാധന നമ്മൾ എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്? 2 പ്രധാനപ്പെട്ട കാരണമാണ്. അവൻ നമ്മുടെ സൃഷ്ടിതാവാണ്, അതേപോലെ അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരായ കാരണം എന്താണ്? അവനാണ് നമ്മളെ ആദ്യം സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളെ വീണ്ടും ഒന്നും കൂടി അവൻ്റെ സാദൃശ്യത്തിലും അവൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കാൻ ഒരു സൃഷ്ടിതാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദൈവം സൃഷ്ടാവായതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പോൾ ഈ 10 കൽപ്പനയിൽ ഒരു കാര്യം മാത്രമാണ് ദൈവമാണ് നമ്മുടെ സൃഷ്ടാവെന്ന് ഉറപ്പിച്ച് പറയുന്നത്. അത് ഏത് കൽപ്പനയാണ്? ഉൽപ്പത്തി നമുക്ക് എന്താ വായിക്കാൻ സാധിക്കും? 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പക്ഷേ 10 കൽപ്പനയിൽ ഏതാണ് ദൈവത്തെ സൃഷ്ടാവായിട്ട് കാണുന്നത്? അത് 4-ാം കൽപ്പനയാണ്. ഓർക്ക എന്ന് പറഞ്ഞുകൊണ്ട്, റിമെമ്പർ എന്ന് പറഞ്ഞ ഈ കൽപ്പന തന്നെയാണ് പിശാചിൻ്റെ ആക്രമണത്താൽ ഇന്ന് ലോകം മുഴുവനും മറക്കുന്നത്. ദൈവം പറഞ്ഞു 6 ദിവസം കൊണ്ട് ദൈവം ആകാശവും ഭൂമിയും സമുദ്രങ്ങളൊക്കെ സൃഷ്ടിച്ചു. 7-ാം ദിവസം തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തനായി അതിനെ ദൈവം വിശുദ്ധീകരിച്ചു. അതാകുന്നു ദൈവത്തിൻ്റെ 7-ാം ദിനമായ വിശുദ്ധ ശബ്ബത്ത്. അതുകൊണ്ട് തന്നെ പിശാചിനറിയാം ദൈവം സൃഷ്ടാവാണ്, അതുകൊണ്ടാണ് ആരാധിക്കുന്നത്. ഒരു സൃഷ്ടാവിന് മാത്രമേ അവർ പുതുക്കി സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനും തമ്മിൽ ബന്ധമുണ്ട്. അത് നമുക്ക് പുറപ്പാടിൽ നമുക്ക് എസെക്കിയേലിൻ്റെ പ്രവചനം വായിച്ചു നോക്കിയാൽ ദൈവം നമ്മളെ വീണ്ടെടുക്കുന്ന ദൈവമാണെന്നതിൻ്റെ ഓർമ്മയും കൂടെയാണ് വിശുദ്ധ ശബ്ബത്ത്. എസെക്കിയേൽ 20 അധ്യായം അത് പിന്നെ നമ്മൾ എടുക്കുന്നതായിരിക്കും. പക്ഷേ എസെക്കിയേൽ 20 പറയുന്നു ദൈവം നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവമാണ്. അതിനെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് എന്താകുന്നു? ഈ വിശുദ്ധ ശബ്ബത്താണ്. അപ്പോൾ വിശുദ്ധ ശബ്ബത്ത് ദൈവം നമ്മുടെ സൃഷ്ടിതാവാന്ന് ഓർക്കുന്നു, ദൈവം നമ്മുടെ വീണ്ടെടുപ്പുകാരനാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഇതിനെതിരെയാണ് അവൻ്റെ ആക്രമണം നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്ന് ദൈവം ഓർക്ക എന്ന് പറഞ്ഞ ആ കൽപ്പന തന്നെയാണ് ഇന്ന് ലോകം മറക്കുന്നത്. കാരണം 7-ാം ദിനമാണ് ദൈവത്തിൻ്റെ വിശുദ്ധ ശബ്ബത്ത്. പക്ഷെ ഇന്ന് ലോകം ആരാധിക്കുന്നത്, ക്രൈസ്തവ ലോകം മുഴുവനും ആരാധിക്കുന്ന ഏത് ദിവസമാണ്? അത് വേറെ ഒരു ദിവസവുമല്ല,
ഞായറാഴ്ച. ഇനി അതവിടെ ഇരിക്കട്ടെ. ആരാധന നമ്മൾ ദൈവസന്നിധിയിൽ കൊടുക്കുന്നത് നമ്മുടെ മനസ്സാണ്. ഇതിനെക്കുറിച്ച് ചില നല്ല കോട്ട്സ് ഉണ്ട്. ആ കോട്ട്സ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞ് ഞാൻ മലയാളത്തിലോട്ട് അത് തർജ്ജമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എവരി ഓർഗൻ ഓഫ് ദി ബോഡി വാസ് മെയ്ഡ് ടു ബി ദ സെർവൻറ്റ് ടു ദ മൈൻഡ്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും നമ്മുടെ മനസ്സിന് കീഴ്പ്പെട്ടിരിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. ദ മൈൻഡ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ദ ബോഡി. നമ്മുടെ മനസ്സാണ് നമ്മുടെ ശരീരത്തിൻ്റെ തലസ്ഥാനം അല്ലെങ്കിൽ ശക്തിയുടെ കേന്ദ്രം. ദ മൈൻഡ് കൺട്രോൾസ് ദ ഹോൾ മാൻ. നമ്മുടെ മനസ്സാണ് നമ്മളെ പരിപൂർണം നിയന്ത്രിക്കുന്നത്. ഓൾ അവർ ആക്ഷൻസ് ഗുഡ് ഓർ ബാഡ് ഹാവ് ദിയർ സോഴ്സ് ഇൻ മൈൻഡ്. എന്താണ്? എല്ലാ പ്രവൃത്തികളും, ആ തിരുവചനം പറയുന്നതാണ്, എല്ലാ പ്രവൃത്തികളും. കാരണം പാപം എന്താണ്? ഇത് ഗർഭം കൊണ്ട് മരണത്തെ പ്രസവിക്കുന്നു. കാരണം മനസ്സിലാണ് ഒരു പാപം. കാരണം ക്രിസ്തു പറഞ്ഞു, ഒരു സ്ത്രീയെ മോഹം കൊണ്ട് നോക്കിയാൽ അവൻ വ്യഭിചാരം ചെയ്തു. അപ്പോൾ എവിടെയാണ് ഉടലെടുക്കുന്നത്? മനസ്സിലാണ്. അതുകൊണ്ട് പിശാചിൻ്റെ നോട്ടം എവിടെ തന്നെയാണ്? നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സ് ആകുന്നു ഏറ്റവും വലിയ അവന്യൂ. ഈ രണ്ട് ശക്തികൾ പോരാടുന്നത് നമ്മുടെ മനസ്സിന് വേണ്ടിയാണ്. പക്ഷെ പലപ്പോഴും ഈ മനസ്സിൻ്റെ പ്രാധാന്യം, ഈ മനുഷ്യൻ്റെ ശക്തി, അത് നമ്മളെ എപ്രകാരം സൂക്ഷിക്കണം എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറന്നു കളയാൻ. ആ കോട്ടിൽ അത് തുറന്നു പറയുന്നു, ഇറ്റ് ഈസ് ദ മൈൻഡ് ദാറ്റ് വർഷിപ്പ് ഗോഡ്. നമ്മുടെ മനസ്സുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്, അല്ലേ? ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്. God and the worship God and allies us to the heavenly beings. നമ്മളെ സ്വർഗവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നതും നമ്മുടെ മനസ്സാണ്. കാരണം ദൈവം നമ്മോട് സംസാരിക്കുന്നതും നമുക്ക് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ മനസ്സോട് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ടാണ് നമ്മൾ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നത്, ദൈവം നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നത്. കാരണം പഴയ കാലങ്ങളിൽ ദർശനങ്ങൾ നൽകുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നു, സ്വപ്നം നൽകുന്നുണ്ട്. അതെല്ലാത്തിൻ്റെയും സ്രോതസ്, അതിൻ്റെ സീറ്റ് എന്താണ്? അതും മനസ്സ് തന്നെയാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ആ കോട്ട് തുറന്നു പറയുന്നത്, നമ്മൾ പലപ്പോഴും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ അതിനെ നമ്മൾ സംരക്ഷിക്കുന്നില്ല. ഈ മനസ്സിനെ കുറിച്ച് വേറെ ഡോട്ടേഴ്സ് ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദ ട്രൂത്ത് ആൻഡ് ലവ് ഫോർ ക്രൈസ്റ്റ് മസ്റ്റ് ഒക്യുപ്പൈ ദ സിറ്റഡൽ ഓഫ് ദി സോൾ. സ്നേഹത്തിന്, ക്രിസ്തുവിന് വേണ്ടിയുള്ള സ്നേഹവും ക്രിസ്തുവിനെ കുറിച്ചുള്ള സത്യവും ആണ് നമ്മുടെ മനസ്സ്. എല്ലാത്തിനും കേന്ദ്രമായ മനസ്സിൽ ഉണ്ടാകേണ്ടത്. ദർ ഈസ് ഗോഡ് എന്ന്, അവിടെയാണ് ദൈവത്തിൻ്റെ സിംഹാസനം. പിശാചിന് വേണ്ടത് എന്താണ്? അവൻ്റെ സിംഹാസനം. അവൻ എവിടെയാണ് ഇരിക്കുന്നത്? കാരണം പുതിയ നിയമത്തിൽ എന്തില്ല? ആലയമില്ല. കാരണം കർത്താവ് യേശു ക്രിസ്തു തന്നെ ഈ നിങ്ങളുടെ ഭവനം ശൂന്യമായി തീർന്നു പറഞ്ഞു. പിന്നെ അതിനുശേഷം സമാഗമന കൂടാരമില്ല. നമ്മൾ ഓരോ വ്യക്തികൾ ദൈവത്തിൻ്റെ സമാഗമന കൂടാരമാണ്. നമ്മുടെ മനസ്സിൽ സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ദൈവമാണ്. പക്ഷെ പലപ്പോഴും അവിടെ ഇരിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമ്മുടെ സിംഹാസനം, നമ്മുടെ മനസ്സിൻ്റെ സിംഹാസനത്തിൽ ആരിയ്ക്കണം? ദൈവം ഇരിക്കണം എന്നാണ്. അതേപോലെ നമ്മൾ നമ്മുടെ ജഡീക സ്വഭാവങ്ങൾ നടത്തുമ്പോൾ ബൈ ഇൻഡോളൻസ്, നമ്മൾ ജഡീക സ്വഭാവമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾക്കൊന്നും നമ്മൾ ഇത് ചെയ്താൽ കുഴപ്പമില്ല, ഇത് കുടിച്ചാൽ കുഴപ്പമില്ല, ഇത് കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് നമ്മൾ ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബൈ ഇൻഡോളൻസ് നോട്ട് ഓൺലി ദ മോറൽ സ്ട്രെങ്ത് ഈസ് വീക്കൻ. നമ്മുടെ സാൻമാർഗികമായ തിരഞ്ഞെടുപ്പുകൾ ശക്തി മാത്രമല്ല ബലഹീനമാകുന്നത്. ആൻഡ് ദി ഇമ്പൾസ് ഓഫ് പാഷൻ ഇൻക്രീസ് ബട്ട് സേറ്റൻ ഏഞ്ചൽ ടേക്ക് പൊസഷൻ ഓഫ് ദ ഹോൾ സിറ്റഡൽ ഓഫ് ദി മൈൻഡ്. നമുക്ക് എന്താണ്? നമ്മുടെ വികാരങ്ങൾ നിയന്ത്രണ വിധേയമല്ലാതെ മാറുന്നു. മാത്രമല്ല പിശാചും അതിൻ്റെ ദൂതന്മാരും നമ്മുടെ മനസ്സിനെ നിയന്ത്രണം അവർ ഏറ്റെടുക്കും. ആ നിയന്ത്രണം ഏറ്റെടുക്കുക മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും ഹീനമായ ആഗ്രഹങ്ങളും വികാരങ്ങളെയും അത് കൂടുതൽ ഉണർത്തും. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആർ വസിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫിലിപ്പിയർ 4:7 മുതൽ, എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും കനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിക്ക് ആയതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. അപ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? സൽകീർത്തിയായത്, പുകഴ്ചയായത്. നമ്മുടെ മനസ്സ് സത്യമാണ്. നമ്മുടെ മനസ്സിൽ, കാരണം വിൽ ബി ബൈ ട്രൂത്ത് വിൽ ബി ഫ്രീഡ് എന്നാണ് തിരുവചനം പറയുന്നത്. സത്യത്താൽ നമ്മൾ സ്വതന്ത്രരാക്കപ്പെടും. അപ്പോൾ നമ്മുടെ മനസ്സ് പിശാചിൻ്റെ വഞ്ചനയാൽ അടിമപ്പെടാതിരിക്കണമെങ്കിൽ സത്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പുറത്ത് വിടണം. ഇനി ഇത് മനസ്സിലാക്കിക്കൊണ്ട്, ഈ വിശുദ്ധ ശബത്തിൻ്റെ കാര്യം മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ മനസ്സിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. 2 നിയമങ്ങൾ, 2 ഉടമ്പടികൾ, ദ 2 കവനൻസ്. നമുക്ക് അതിന് ആധാരമായ വാക്യത്തിലേക്ക് പോകാം. ഗലാത്യർ
4:21 വാക്യമാണ്. ഈ വാക്യത്തിൽ നിന്ന് മാത്രം വായിച്ച് നമുക്ക് ചിന്തിക്കാം. ന്യായപ്രമാണത്തിൽ കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറയുവിൻ. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്താലും ജനിച്ചിരിക്കുന്നു. ഇത് സാദൃശ്യമാകുന്നു. ഈ സ്ത്രീകൾ 2 നിയമങ്ങളത്രേ. ഒന്ന്, സീനായ് മലയിൽ നിന്നുണ്ടായ അടിമകളെ പ്രസവിക്കുന്നു. അത് ഹാഗാർ. ഹാഗാർ എന്നത് അറബി ദേശത്തെ സീനായ് മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരൂശലേമിനോട് ഒക്കുന്നു. അത് തൻ്റെ മക്കളോട് കൂടെ അടിമയല്ലോ ഇരിക്കുന്നത്. മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു. അവൾ തന്നെ നമ്മുടെ അമ്മ. ഇവിടെ നമുക്ക് നൽകുന്ന ഉപമ, ഞാൻ ആ വാക്യത്തിലൂടെ വീണ്ടും കടന്നു പോകുന്നില്ല. 2 സ്ത്രീകളെ കുറിച്ച് പറയുന്നു. ഒന്ന് സാറ, മറ്റൊന്ന് ഹാഗാർ. ഈ 2 സ്ത്രീകൾ എന്താണ്? പ്രതീകങ്ങളാണ് 2 ഉടമ്പടികളുടെ. നമുക്ക് ആ കഥയൊന്ന് നമുക്കൊന്ന് ഓർത്തെടുക്കാമോ? ആ സംഭവ കഥ എന്താണ് സംഭവിച്ചത്? അബ്രഹാമിനോട് ദൈവം വാഗ്ദാനം ചെയ്യുന്നു, നിനക്കൊരു മകൻ ഉണ്ടാകുമെന്ന്. തിരുവചനം തന്നെ പറയുന്നു, അബ്രഹാമിൻ്റെ പ്രായം അധികമായി. അതേപോലെ സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പതിവ് നിന്നുപോയി. അപ്പോൾ സാറ വിചാരിച്ചു, ദൈവം ഒരു മകൻ ഉണ്ടാകുന്ന വാഗ്ദാനം ചെയ്തു, ചിലപ്പോൾ അതിനുവേണ്ടി ഞാൻ ദൈവത്തിനെ സഹായിക്കാം, ഇങ്ങനെ ചെയ്താൽ ഉണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്തു? തൻ്റെ ദാസിയായ ഹാഗാറിനെ അബ്രഹാമിൻ്റെ കിടപ്പ് മുറിയിലേക്ക് പറഞ്ഞയച്ചു. അബ്രഹാമിന് അത് ചെയ്ത സമയത്ത് അത് തെറ്റാണെന്നൊന്നും അബ്രഹാമിന് തോന്നിയില്ല. അതുകൊണ്ട് അവനൊരു മകൻ ഉണ്ടായ സമയത്ത്, ഇസ്മായിൽ ഉണ്ടായ സമയത്ത് അവൻ വിചാരിച്ചു, ദൈവം വാഗ്ദാനം ചെയ്ത സന്തതി ഇസ്മായിലാണ്, അതുകൊണ്ട് ഇസ്മായിലിനെ ദൈവം അനുഗ്രഹിച്ച് വലിയൊരു ജാതിയാക്കുമെന്ന് അബ്രഹാം ചിന്തിച്ചു. പക്ഷേ ഇവിടെ എന്താണ് ചെയ്തത്? അവർ സ്വന്തം ശക്തിയാൽ കാര്യങ്ങൾ നടത്തി. മനുഷ്യൻ്റെ പ്രവൃത്തികളാൽ അവർ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഇവിടെ ഹാഗാർ ആരാണ്? ഒരു ദാസിയാണ്. ദാസി പ്രസവിച്ച മകൻ ദാസൻ. അപ്പോൾ അത് എന്താണ്? അടിമത്വമാണ്. ഇനി രണ്ടാമത് സാറ. അതിനുശേഷവും ദൈവദൂതന്മാർ അബ്രഹാമിനെ സന്ദർശിച്ച സമയത്ത് അവർ വീണ്ടും വാഗ്ദാനം ചെയ്തു, നിനക്ക് സന്തതി ഉണ്ടാവും. അബ്രഹാമിന് ആവശ്യം ഇസ്മായിലിനെ അനുഗ്രഹിക്കണമെന്നായിരുന്നു. പക്ഷേ വാഗ്ദാന പ്രകാരം സന്തതി. കാരണം അതൊരു അതിശയമാണ്. അബ്രഹാമിൻ്റെ വയസ്സ് കഴിഞ്ഞുപോയി, സ്ത്രീകളുടെ പതിവ് നിന്നുപോയി. ഇവിടെയാണ് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ സാധിക്കുന്നത്. ഹാഗാർ സീനായ് മലയെ കുറിക്കുന്നു. പക്ഷേ മറ്റത് നമ്മുടെ യെരൂശലേമിനോട് ഒക്കുന്നു. പക്ഷെ മറ്റത് സാറ എന്താണ്? ഹാഗാർ സീനായ് മലയെ കുറിക്കുന്നു. സാറ സ്വതന്ത്രയായവളെ ശ്രദ്ധിക്കുന്നു. അത് പുതിയ നിയമത്തെ ശ്രദ്ധിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു തിരുവത്താഴ സൃഷ്ടി ചെയ്യുന്ന സമയത്ത് ഈ രക്തം പുതിയ നിയമത്തിൻ്റെ അടയാളം. ഞാൻ അത് ഏറ്റവും ലളിതമാക്കാം. സീനായ് മലയെ വെച്ച് ദൈവം കൽപ്പനകൾ കൊടുത്ത സമയത്ത് ജനം ഒക്കെയും പറഞ്ഞു, ഇത് നമ്മൾ അനുസരിച്ച് കൊള്ളാം. ദൈവത്തിൻ്റെ ഉദ്ദേശം അതല്ലായിരുന്നു. പക്ഷേ അവർ പറഞ്ഞു, ഇത് നമ്മൾ അനുസരിച്ച് കൊള്ളാം. ദൈവം എന്തെല്ലാം പറയുന്നോ അതെല്ലാം ഞാൻ അനുസരിച്ച് കൊള്ളാമെന്ന് അവർ പറഞ്ഞു. പക്ഷെ അവർക്ക് അനുസരിക്കാൻ സാധിച്ചോ? 10 കൽപ്പനകൾ അവർ വീണ്ടും വീണ്ടും വീണുകൊണ്ടിരുന്നു. ഇതാണ് അവരുടെ മനസ്സിൻ്റെ പ്രശ്നം. കാരണം അവർ ചിന്തിച്ചു, നമ്മുടെ സ്വന്തം ശക്തിയാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ നമുക്ക് അനുസരിക്കാമെന്ന്. ഹാഗാറിനോട് ചെയ്ത പോലെ. എന്നാണ് ദൈവം വാഗ്ദാനം ചെയ്ത ഒരു പുത്രൻ, അത് മനുഷ്യൻ്റെ ചിന്തയാൽ ഒരിക്കലും സാറയ്ക്ക് പ്രസവിക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഹാഗറിനെ കടത്തിവിട്ടു. അത് അടിമത്തത്തെ ഉണ്ടാക്കി. പക്ഷേ സാറ എന്ത് ചെയ്തു? അവസാനം പ്രസവിക്കുക തന്നെ ചെയ്തു. അതൊരു അതിശയമാണ് അല്ലേ? നമ്മളുടെ പ്രകൃതം എന്ന് പറയുന്നത് പാപത്തെ സ്നേഹിക്കുന്ന ജഡീകമായ മൃഗതുല്യമായ പ്രകൃതമാണ്. ഇപ്രകാരം ഒരു പ്രകൃതം പാപത്തിൽ നിന്നും വിടുതൽ നൽകുന്നതും ക്രിസ്തുവിനെ പോലെ ആയി മാറുന്നതും അതൊരു അതിശയമാണ്. അന്ന് സാറയുടെ പ്രസവം നിന്നിട്ട് സാറ പ്രസവിച്ചത് ഒരു മെഡിക്കലി ഇമ്പോസിബിൾ കാര്യമാണെങ്കിൽ സയൻറ്റിഫിക്കലി ഇമ്പോസിബിൾ കാര്യമാണ് ഇത്. നമ്മൾ പാപത്തിന് അടിമകളാണ് എങ്കിലും ദൈവം നമുക്ക് പുതിയൊരു മനസ്സ് നൽകും. ഇത് മനുഷ്യൻ്റെ ശക്തിയാൽ സംഭവിക്കുന്നതല്ല, പക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദാനത്താൽ. അതുകൊണ്ട് ഞാൻ നിനക്കൊരു പുതിയ നിയമം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അല്ലെ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, ഞാൻ എൻ്റെ കൽപ്പനകളെ നിങ്ങളുടെ ഹൃദയത്തിൽ മേൽ എഴുതും. പഴയ ഉടമ്പടി എന്താണ്? കൽപ്പനകൾ തന്നു, നമ്മൾ അനുസരിച്ച് കൊള്ളാം. അവരെന്താണ്? ഹൃദയത്തെ അവർ മാറ്റുന്നില്ല, മനസ്സിനെ അവർ മാറ്റുന്നില്ല, പുറമെയുള്ള പ്രവൃത്തികളാൽ അവർ മാറ്റാൻ ശ്രമിച്ചു.
പക്ഷെ ദൈവം എന്ത് ചെയ്തു? അത് തെറ്റാണെന്ന്. നമ്മുടെ ദൈവത്തിന് ഒരു മാറ്റമില്ല കേട്ടോ. ഒന്നാമത്തെ പ്ലാന് ഫെയിലായപ്പോൾ രണ്ടാമത്തെ പ്ലാൻ കൊണ്ടുവന്നൊന്നുമല്ല. ദൈവത്തിന് അറിയാം ദൈവം ഇത് തന്നെയാണ് ആദ്യമേ ഉദ്ദേശിച്ചത്. കാരണം അബ്രഹാം എന്നാണ് വിശ്വാസികളുടെ പിതാവ്. അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയെ കണക്കിട്ടു. നോഹ വിശ്വസിച്ചു, യോബ് വിശ്വസിച്ചു. എല്ലാവരും വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെടുന്നത്. ഇത് സെക്കൻഡ് പ്ലാൻ അല്ല. പക്ഷെ മനുഷ്യരുടെ മനസ്സാണ്. ഒരിക്കലും എന്താണ് ഹാഗാറിന് ഒരു മകൻ പ്രസവിക്കുമ്പോന്നോ അവർക്ക് ഇത്രത്തോളം പ്രയാസമുണ്ടോന്നോ ഒന്നും അവർ കരുതിയില്ല. അത് അവരുടെ കുടുംബത്തിൽ തന്നെ വലിയ പ്രയാസമുണ്ടാക്കി. ഈ തെറ്റായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം വരാൻ കാരണം സാറയുടെയും അബ്രഹാമിൻ്റെയും തെറ്റായിട്ടുള്ള തീരുമാനമായിരുന്നു. അവർ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ അവർ വിശ്വസിച്ചില്ല. ഇതാണ് രണ്ട് ഉടമ്പടി. ഒന്നാമത്തത് ഹാഗാർ കാണിക്കുന്നത് മനുഷ്യൻ്റെ പ്രവൃത്തിയാൽ നമ്മൾ രക്ഷ നേടാൻ നോക്കുന്നു. നമ്മൾ പ്രവൃത്തികൾ നന്നാക്കുന്നു, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, ചില സ്വഭാവങ്ങൾ ഉപേക്ഷിക്കുന്നു. മറ്റതൊന്ന് ദൈവം നമുക്ക് നൽകിയ വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. ആ വാഗ്ദാനം വിശ്വാസം എന്തിലേക്ക് ചെന്നെത്തിക്കും? പ്രവൃത്തി. കാരണം യാക്കോബിൻ ലേഖനം പറയുന്നു, പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം ചത്തതാണ്. നമ്മൾ ദൈവം ഒരു കാര്യം ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കണം. ഉദാഹരണത്തിന് അബ്രഹാമും സാറയും കൂടെ കിടന്നില്ലായിരുന്നുവെങ്കിൽ അവർക്ക് മകനുണ്ടാവില്ലായിരുന്നു. അത് നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പോൾ ദൈവം വാഗ്ദാനം ചെയ്തു, അത് നടക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് ശയിച്ചാൽ മാത്രമാണ് അവർക്കൊരു മകനെ ലഭിക്കുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ട്? ഒരു പ്രവൃത്തിയുണ്ട്. നമുക്ക് പ്രവൃത്തി കൊണ്ട് ചെയ്യാം. പക്ഷെ ആരാണ് നമ്മളിൽ രക്ഷ ചെയ്യുന്നത്? ദൈവം. ആരാണ് നമ്മളിൽ പുതിയ ഹൃദയം സൃഷ്ടിക്കുന്നത്? ദൈവമാണ്. അപ്പോൾ ഈ പുതിയ ഉടമ്പടി വിശ്വാസത്താലാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു, തിരിച്ച് നമ്മൾ അവനെ കൂടുതൽ അറിയുന്നു. ആ ബന്ധം നമ്മളെ മാറ്റുന്നു, നമ്മുടെ ഹൃദയത്തെ മാറ്റുന്നു, നമുക്കൊരു പുതിയ മനസ്സ് തരുന്നു. എന്നാൽ തിരുവചനം പറഞ്ഞ കർത്താവേ യേശു ക്രിസ്തുവിലെ മനസ്സ് തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. ലെറ്റ് ദി മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ബി ഇൻ യു. അത് ദൈവം ചെയ്യുന്ന അതിശയമാണ്. കാരണം ദൈവം ഒരു ഹാർട്ട് സർജനാണ്. നമ്മുടെ ജഡീക ഹൃദയത്തെ മാറ്റി മാംസളമായുള്ള വിശുദ്ധി വസിക്കുന്ന ഒരു ഹൃദയം നമുക്ക് നൽകും. അത് തന്നെയാണ് തിരുവചനം ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പുതിയതായി ജനിക്കും. ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതം എപ്രകാരമാണ്? ഏത് ഉടമ്പടിയാണ്? ഞാൻ പ്രവൃത്തിയാലാണോ വിശ്വാസത്താലാണോ രക്ഷ പ്രാപിക്കുന്നത്? ഞാൻ രക്ഷപ്പെടാൻ നോക്കുന്നത് ഓരോ കാര്യങ്ങൾ ചെയ്തും ഓരോ കാര്യങ്ങൾ അനുസരിക്കാനാണോ? അതോ ഞാൻ രക്ഷ നേടാൻ സാധിക്കുന്നത് എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധമാണോ? ദൈവം പറയുന്നതിനുള്ള വിശ്വാസമാണോ? ദൈവത്തെ സ്നേഹിക്കുന്ന കൂടെയാണോ? കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിക്കും. അപ്പോൾ ആദ്യം വേണ്ടത് കൽപ്പന അനുസരണമല്ല, ആദ്യം വേണ്ടത് സ്നേഹമാണ്. ഈ വൻ പോരാട്ടം അവസാനിക്കുന്ന സമയത്ത് ഇത് തന്നെയാണ്, ഈ രണ്ട് ഉടമ്പടികൾ തന്നെയാണ് വീണ്ടും വരാൻ പോകുന്നത്. കാരണം മൃഗത്തിൻ്റെ മുദ്ര എടുക്കുന്നു, അത് പുതിയതായ ഒരു കൽപ്പന കൊണ്ടുവരുന്നു. ഈ ദിവസം നിങ്ങൾ 1-ാം ദിവസമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഈ ദിവസം ആരാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വിൽക്കുവാനോ വാങ്ങുവാനോ സാധിക്കത്തില്ല. വെളിപ്പാട് പ്രവചനം 13-ാം അധ്യായം. അപ്പോൾ നിങ്ങൾക്ക് വിൽക്കുവാനോ വാങ്ങാനോ സാധിക്കും. അതിനുശേഷം മരണശിക്ഷയാണ്. അതെന്താണ്? മനുഷ്യനെ നിയമങ്ങൾ കൊണ്ടുവരുന്നു. നമ്മൾ ദാനിയേലിൻ്റെ പ്രവചനം 11-ാം അധ്യായം കൂടി നമ്മൾ കൂട്ടി വായിക്കുകയാണെങ്കിൽ അവിടെ വടക്ക് ദേശത്തെ രാജാവും തെക്കേ ദേശത്തെ രാജാവും തമ്മിൽ യുദ്ധമുണ്ട്. അത് കാണിക്കുന്നത് സെക്യുലറിസവും അതേപോലെ റിലീജിയനുമായിട്ടുള്ള ഒരു ബന്ധമാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ പല രാജ്യങ്ങളിലും സെക്യുലർ മൈൻഡ് സെറ്റാണ്. മിക്ക രാജ്യങ്ങളിലെ നിയമങ്ങൾ എന്താണ്? മതപരമല്ല. പക്ഷേ നമ്മുടെ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലെ പല രാജ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങൾ വന്നു തുടങ്ങുന്നു. അത് അപ്രകാരം വരണം. അങ്ങനെ വരും. അങ്ങനെ നിയമങ്ങൾ കൊണ്ടുവരും. കാരണം അവർ മനുഷ്യൻ്റെ മാർഗത്തെ രക്ഷ നേടാൻ നോക്കുന്നു. അല്ലെങ്കിൽ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ ദൈവം പറഞ്ഞതാണ്. ദൈവം എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം അനുസരിക്കണം. ആബേലും കെയിനും. ആബേൽ എന്ത് ചെയ്തു? ദൈവം പറഞ്ഞത് മാത്രം ചെയ്തു. കെയിൻ തനിക്ക് ഇഷ്ടമുള്ള ചെയ്തു. ആളുടെ ആരാധന ദൈവം സ്വീകരിച്ചു? ആബേലിൻ്റെ. ഇന്ന് എൻ്റെ ആരാധന സ്വീകരിക്കണമെങ്കിൽ, നമ്മുടെ ആരാധന ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിൽ ക്രിസ്തു വസിക്കണമെങ്കിൽ ദൈവം പറഞ്ഞത് ചെയ്യണം. ദൈവത്തിൽ വിശ്വസിക്കാം. അവൻ ചെയ്ത വാഗ്ദാനങ്ങൾ, അവൻ പറഞ്ഞു നിങ്ങളെ കളങ്കം കൂടാതെ നിർത്തുമെന്ന്, നമ്മുടെ പാപത്തിന്മേൽ വിജയം നൽകുമെന്ന്. ആ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി അവനുമായിട്ട് ബന്ധത്തിലായിരിക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗാസനത്തിൽ വസിക്കുന്ന അടിയുടെ പിതാവേ, ആ പുതിയ ഉടമ്പടിയെ പിൻചെന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിൽ പരിപൂർണമായിട്ട് താന്നിരിക്കാനും ആ ക്രിസ്തുവിൽ വസിക്കുവാനും ദൈവം നൽകുന്ന വാഗ്ദാനങ്ങൾ ഓർക്കാനും കുറിച്ച് പ്രാർത്ഥിക്കും. നമ്മൾ പുതിയൊരു ഹൃദയം സൃഷ്ടിച്ച് പിതാവെ ക്രിസ്തുവിലുള്ള മനസ്സ് തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന ദൈവസേനയെ പ്രാർത്ഥിക്കുന്നു. അടികളെ പ്രവൃത്തിയുള്ള രക്ഷ അതിൽ നിന്ന് പിന്മാറി ദൈവം നമുക്ക് നൽകുന്ന ആ സ്വതന്ത്രയാകുന്ന ആ ഉടമ്പടി ക്രിസ്തുവിൻ്റെ രക്തം പ്രതിദാനം ചെയ്തു. കാരണം രക്തമില്ലാതെ വിമോചനമില്ല. കാരണം കർത്താവ് യേശുവിൻ്റെ രക്തമാണ് ഈ നിയമത്തെ ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ പുതിയ ഉടമ്പടിയെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാനും രക്ഷ പ്രാപിക്കാനും സഹായിക്കണമെന്ന്
ഞാൻ പറഞ്ഞ സകല കാര്യങ്ങളും യേശു നാമത്തിൽ തന്നെ ആമേൻ.